സവിത വീണ്ടും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സാരഥിയായി ജനവിധി തേടിക്കൊണ്ട് നിങ്ങളെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹ സ്വീകരണത്തോടെ നിരവധി അനവധി വാഹനത്തിന്റെ പ്രകമ്പടിയോടുകൂടി ബാൻഡ് മേളത്തിന്റെയും കരിമരുന്നിന്റെയും പ്രകീർത്തനങ്ങൾ തീർത്ത് ഈ വാഹനത്തിന് തൊട്ടുപരികിലായി ഇതുവഴി കടന്നു വരുന്നു. പ്രിയമുള്ളവരെ, ആശീർവദിക്കുക. കഴിഞ്ഞ 5 വർഷം നാടിന്റെ പ്രശ്നങ്ങളിൽ നാട്ടുകാരുടെ വേദനകളിൽ നമ്മളെ ഒരുവനായി നിൽക്കൊണ്ട ഇരിക്കൂറിന്റെ ജനനായകൻ അഡ്വക്കേറ്റ് സജീവ് ഇരിക്കൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സജീവ് ജോസഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഇരിക്കൂർ പഞ്ചായത്ത് UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഷോ നടത്തി. ചേടിച്ചേരിയിൽ നിന്നാരംഭിച്ച് മണ്ണൂർ കടവ് പാലത്തിന് സമീപം സമാപിച്ചു. ചേടിച്ചേരിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് CK മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. നിരവധി വാഹനങ്ങളോടുകൂടിയ റോഡ് ഷോ മണ്ണൂർ പാലത്തിന് സമീപം സമാപിച്ചു. കർണാടക MLA പൊന്നണ്ണ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സജീവ് ജോസഫ് വോട്ടഭ്യർത്ഥിച്ച് സംസാരിച്ചു. ഒരിക്കൽ കൂടി ഞാൻ മത്സരിക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 ആദ്യമായി ഞാനിവിടെ മത്സരിക്കാൻ UDFന്റെ സ്ഥാനാർത്ഥിയായി കടന്നു വന്നപ്പോൾ എന്നെ അത്ര പരിചയമില്ലാതിരുന്ന ഈ പ്രദേശത്തെ ആളുകൾ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിലും ഒരു കോൺഗ്രസുകാരൻ എന്ന നിലയിലും ഒക്കെ അറിയാമെങ്കിലും നിങ്ങൾ UDFന്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ആ നിമിഷം തന്നെ നിങ്ങളുടെ സഹോദരനായി, നിങ്ങളുടെ സുഹൃത്തായി, നിങ്ങളുടെ കൂടപ്പിറപ്പായി ഇരിക്കൂർ ജനത, ഇരിക്കൂറിലെ ഐക്യ ജനാധിപത്യ മുന്നണി എന്നെ സ്വീകരിച്ചതും എന്റെ പ്രവർത്തനങ്ങൾക്ക് ആദ്യമായ പ്രവർത്തനം തുടക്കം കുറിച്ചതും ഇരിക്കൂറിന്റെ മണ്ണിലായിരുന്നു എന്നുള്ളത് ഞാൻ ഏറ്റവും സന്തോഷത്തോടെ, നന്ദിയോടെ സ്മരിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അന്ന് ഇരിക്കൂറിൽ നിന്നും ആരംഭിച്ച പ്രയാണമാണ് ഒരു മികച്ച ഭൂരിപക്ഷം നേടി, നല്ല ഭൂരിപക്ഷം നേടി വിജയിക്കാൻ സാധിച്ചതും എന്ന കാര്യവും കൂടി ഞാൻ പ്രത്യേകം സ്മരിക്കുകയാണ്.